ഈ കാണുന്ന ലുക്കൊന്ന് നമുക്ക് ക്രിയേറ്റ് ചെയ്താലോ യൂസിങ് സിമ്പിൾ മെത്തേഡ്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഒരു സിമ്പിൾ മേക്കപ്പാണ്. ഒരു മേക്കപ്പ് വിത്തൗട്ട് ഫൗണ്ടേഷൻ, ജസ്റ്റ് യൂസിങ് കൺസിലർ എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് നമ്മളിപ്പോൾ ഒരു ട്യൂട്ടോറിയലായിട്ട് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. ഇതിൽ ഞാൻ മിനിമലായിട്ടുള്ള പ്രോഡക്റ്റ്സ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. സോ ഏതൊക്കെ പ്രോഡക്റ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ എന്തായാലും പറയാം. ആൻഡ് അതിൻ്റെ ലിങ്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇടാം. ഓക്കെ, ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ലെറ്റ് സ്റ്റാർട്ട് വിത്ത് സീരം. ഞാൻ സീരമിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ ബ്യൂട്ടി ജോൺസൻ്റെ ഗ്ലോ സീരം. സോ ഐ സ്റ്റാർട്ട് വിത്ത് ദിസ്. ഇതുപോലെ നന്നായിട്ട് സീറമിനെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണം. എനിക്ക് ഈ സ്കിൻ കെയർ ഒക്കെ കയ്യിൽ തന്നെ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്യാനാണ് ഇഷ്ടം. ഈ പ്രോഡക്റ്റ്സ്, അതായത് ബ്രഷസ്, ഇതൊക്കെ യൂസ് ചെയ്തെങ്കിൽ എനിക്ക് അത്ര ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ബ്ലെൻഡിങ് എനിക്ക് കിട്ടില്ല എന്നാണ് എൻ്റെ ഒരു തോട്ട്. സോ മോസ്റ്റ് ഓഫ് ദ ടൈം ഐ യൂസ് ഹാൻഡ്സ്. സോ എനിക്കിവിടെ മിറർ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് നോക്കുന്നത്. ഈവനായിട്ട് മുഖത്തെ എല്ലാ ഭാഗത്തും നമ്മൾ ഈ സീറമിനെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രൈമർ. പ്രൗഷിൻ്റെ സ്കിൻ ബ്ലർ പ്രൈമറാണ്, മോയ്സ്ചറൈസിങ് പ്രൈമറാണ്. സോ ഫോർ ദ ഫസ്റ്റ് ടൈം ഐ എം ഗോയിങ് ടു ട്രൈ ദിസ്. എനിക്ക് അറിയില്ല ഇത് എത്രത്തോളം വർക്ക് ആവുമെന്ന്. സോ ഇതൊരു ടെസ്റ്ററായിട്ട് എനിക്ക് കിട്ടിയ ഒരു സ്മോൾ പാക്കാണ്. നല്ലൊരു ക്രീമി ടെക്സ്ചറാണ്. ഇങ്ങനെ മുഖത്ത് എല്ലാ ഭാഗത്തും നമുക്ക് ഈ പ്രൈമറിന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. സ്മെല്ല് അത്ര നല്ലതില്ല ഗൈസ്, എനിക്ക് അത്ര ഇഷ്ടമായില്ല. എനിക്ക് ചെറുതായിട്ട് മുഖത്ത് പിമ്പിൾസ് ആൻഡ് പോർസ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ സ്കിൻ ബ്ലർ പ്രൈമറിനെ ഞാനിപ്പോൾ യൂസ് ചെയ്തത്. ഇഷ്ടപ്പെട്ടു, നന്നായിട്ടുണ്ട്. ഗ്ലോ കണ്ടില്ലേ, ഒരു ഗ്ലോ അല്ലേ, നന്നായിട്ടുണ്ട്. പക്ഷെ കൊള്ളാം, പ്രോഡക്റ്റ് നന്നായിട്ടുണ്ട്. പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ദിസ് ഫോറെവർ 52 കൺസീലർ പാലറ്റാണ്. ഈ കൺസീലർ പാലറ്റാണ്, ഇത് വെച്ചിട്ടാണ് ഞാൻ ഇന്ന് കംപ്ലീറ്റ് മേക്കപ്പ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്ക് കളർ കറക്റ്റർ ചെയ്യാം. ഞാൻ വരും ഹാൻഡ് ആൻഡ് ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ടാണ് ഇന്നത്തെ മേക്കപ്പ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അണ്ടർ ഐ ഡാർക്ക് സർക്കിളൊക്കെ ഇങ്ങനെ കളർ കറക്റ്റർ വെച്ചിട്ട് നമ്മൾ ഈവൻ ഔട്ട് ചെയ്യണം. സ്കിൻ ഈവൻ ആയി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഷെയ്ഡ് യൂസ് ചെയ്യുമ്പോൾ അത് പ്രോപ്പറായിട്ട് നമ്മുടെ ഫേസിൽ നിൽക്കത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് വാഷ് ഔട്ട് ആവാനുള്ള ചാൻസസ് ഉണ്ട്, അല്ലെങ്കിൽ മേക്കപ്പ് ഗ്രേഷ് ആയിട്ട് ടേൺ ആവാനുള്ള ചാൻസസും ഉണ്ട്. സോ കളർ കറക്റ്ററാണ് ഇമ്പോർട്ടൻറ്റ് വെൻ ഇറ്റ് കംസ് ടു മേക്കപ്പ്. സോ അതാണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ എവിടെയൊക്കെ ഡാർക്ക് സ്പോട്ട്സ് ഉണ്ട് ആൻഡ് സ്കിൻ ഡിസ്കളറേഷൻ ഉണ്ടോ അവിടെ ഞാൻ 1 ഷെയ്ഡ് ഡാർക്കർ ദെൻ മൈ സ്കിൻ ടോൺ എടുത്തിട്ട് ഞാൻ അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിക്കിങ്ങനെ കളർ കറക്ഷനൊക്കെ എന്താണെന്ന് അറിഞ്ഞത് ഞാൻ മേക്കപ്പ് കോഴ്സ് പ്രോപ്പറായിട്ട് പഠിച്ചതിന് ശേഷം മാത്രം. ആ ടാനൊക്കെ ഞാൻ ഈവൻ ഔട്ട് ചെയ്യുന്നുണ്ട് വിത്ത് ദ സെയിം കളർ കറക്റ്റർ യൂസിങ് 1 ഷെയ്ഡ് ഡാർക്കർ ദെൻ മൈ സ്കിൻ ടോൺ, 1 or 2 ഷെയ്ഡ്. ഇപ്പോൾ നമുക്ക് എൻ്റെ സ്കിൻ ടോണിൻ്റെ കളറുള്ള കൺസീലർ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. സോ ഐ എം യൂസിങ് ദിസ് കൺസീലർ. ദിസ് ഈസ് സംവെയർ ക്ലോസ് ടു മൈ സ്കിൻ ടോൺ. ഇത് കുറച്ച് എനിക്ക് സ്കിൻ ടോൺ ഞാൻ സ്വാച്ച് ടെസ്റ്റ് ചെയ്തായിരുന്നു. സോ അപ്പോൾ എനിക്ക് ക്യാമറയിൽ എനിക്ക് മനസ്സിലാവുന്നില്ല, ലൈക്ക് ഇത് കുറച്ച് ഡാർക്കായിട്ടാണ് കാണുന്നത്. ബട്ട് സ്റ്റിൽ എൻ്റെ സ്കിന്നിലേക്ക് ഇതാണ് ലൈക്ക് സ്കിൻ ലൈക്ക് ഫിനിഷ് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കിഷ്ടമുള്ളൂ. സോ ഐ എം യൂസിങ് ദിസ്. ഇങ്ങനെ മുഖത്ത് അവിടെ അവിടെ ഓരോരോ പൊട്ടായിട്ട് വെച്ച് അതിനെ ബ്ലെൻഡ് ചെയ്യാം. ഇതാണ് എൻ്റെ ഒരു ടെക്നിക്ക്. യൂസിങ് ദിസ് ബ്യൂട്ടി ബ്ലെൻഡർ. ദിസ് ഇസ് ഫ്രം യൂറോപ്പ്. ഇത് ഞാൻ ഇങ്ങനെ തന്നെ ബ്ലെൻഡ് ചെയ്യാൻ പോകുന്നില്ല. ഐ എം യൂസിങ് റീകോട്ട് ഹൈലറാനിക് ആസ് എ ഗ്ലോ സീറം ഉണ്ട്, ഗ്ലോ മിസ്റ്റാണിത്. സോ ഇതിനെ ഐ എം ജസ്റ്റ് അപ്ലൈയിങ് ബ്യൂട്ടി ബ്ലെൻഡറിലോട്ട് ഒരു ജസ്റ്റ് ഒരു 2 സ്പ്രേ ഇങ്ങനെ അടിച്ച് കൊടുത്തിട്ട് ബ്ലെൻഡ്. ഇതുപോലെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. ബ്ലെൻഡ് എപ്പോഴും ഡാബിങ് മോഷനിൽ ചെയ്യണം. നമ്മളെപ്പോഴും ഫൗണ്ടേഷൻ ആവട്ടെ അല്ലെങ്കിൽ കൺസീലർ ആവട്ടെ അപ്ലൈ ചെയ്തിട്ട് അതിനെ വലിക്കരുത്. ജസ്റ്റ് ഡാബ് ചെയ്ത് കൊടുത്താലേ മതി.
അങ്ങനെ ഞാൻ കുറച്ച് കൺസീലർ എടുത്ത് ഐലിറ്റിൽ പോലും ഇട്ടിട്ട് അതിനെ ഈവനായിട്ട് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് നമ്മളിടുന്ന ഐ ഷാഡോ പൗഡർ അത് നന്നായിട്ട് പോപ്പപ്പ് ആവാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഐലിറ്റ് എപ്പോഴും മറക്കരുത്. ഐലിറ്റിൽ പോലും നമ്മൾ കൺസീലർ ഇട്ടിട്ട് തന്നെ നീറ്റായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഇതിന് മുകളിൽ നമുക്ക് ഫൗണ്ടേഷൻ ഇട്ടിട്ടും പോലും ഈ ലുക്കിന് കംപ്ലീറ്റ് ചെയ്യാം. ബട്ട് ഞാൻ ഇന്നത്തെ ഒരു ചാലഞ്ചാണ് കംപ്ലീറ്റിംഗ് മൈ മേക്കപ്പ് വിത്ത് കൺസീലർ. സോ കൺസീലർ കൊണ്ടുള്ള മേക്കപ്പാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. സെയിം കൺസീലർ പാലറ്റിൽ നിന്ന് ഒരു ടു ഷെയ്ഡ് ഡാർക്കർ ദെൻ മൈ സ്കിൻ ടോൺ എടുത്തിട്ട് ഞാനൊരു നോസിന് കോണ്ടൂർ ചെയ്യുന്നുണ്ട്. നമ്മളുടെ ഈ മേക്കപ്പിലെ നോസ് കോണ്ടൂർ വെരി ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്. നമ്മളൊന്ന് കോണ്ടൂർ ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്കൊരു ലൈറ്റായിട്ട് പൗഡർ ഉണ്ട് ചെയ്തു ലോക്ക് ചെയ്യാൻ പോകുന്നത് മാർസിൻ്റെ കോമ്പാക്ട് പൗഡറാണ്. മാർസ് ഷെയ്ഡ് 3 നാച്ചുറൽ. നമ്മൾ പ്രോപ്പറായിട്ട് പൗഡറിങ് ചെയ്തില്ലെങ്കിൽ മേക്കപ്പ് വന്നിട്ട് ക്രാക്ക് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അല്ലെങ്കിൽ ഓയിലി സ്കിന്നുള്ളവർക്ക് അത് അങ്ങനെ തന്നെ ഒഴുകി പോകാനുള്ള ചാൻസസും ഉണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യണം, മേക്കപ്പിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ടെക്നിക്കാണ് പൗഡറിങ് കഴിഞ്ഞ്. ഓക്കെ ഗൈസ്, നമുക്ക് ഇനി ബ്ലഷ് ഇടാം. സോ ഇതിൽ മോസ്റ്റ് ഓഫ് ദ പ്രോഡക്ട്സ് ഐ യൂസ്ഡ് ഫ്രം Forever 52 again Forever 52 ബ്ലഷ് പാലറ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. 8 കളേഴ്സാണ് നമുക്കുള്ളത്. സോ ഇതാണ് ഞാൻ എപ്പോഴും റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇവിടെ നമുക്കൊരു കുട്ടി ഗസ്റ്റ് ഉണ്ട്. ഇവിടെ ഒരു കുട്ടി ഗസ്റ്റ് ഉണ്ട്. സേ ഹായ്. ഹായ്. ഇവൻ എന്നെ ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല ഗൈസ്. ഇതെന്നെ ഒന്നും ചെയ്യാനും സമ്മതിക്കില്ല. എപ്പോഴും വന്നിട്ട് എന്നെ ഇങ്ങനെ വിളിച്ചു കണ്ടില്ലേ. ജെന്റിൽമാൻ. ഹിസ് നെയിം ഇസ് ചാർലി കുട്ട. ഇവനക്ക് 2.5 year ആയി. കണ്ടില്ലേ എന്ത് ക്യൂട്ടാടാ. മേക്കപ്പ് വേണോടാ മേക്കപ്പ്. അവർക്ക് ഹായ് പറ. ഹായ്. ഞാൻ മേക്കപ്പ് നാക്കി തിന്നല്ലേ. മേക്കപ്പ് ഒക്കെ എടുത്ത് കളഞ്ഞു. ശരി, തൽക്കാലം നീ താഴെ ഇവിടെ ഇരുന്നെങ്കിൽ എനിക്ക് മേക്കപ്പ് ഇടാൻ സമ്മതിക്കില്ല. കണ്ടോ ക്യൂട്ടല്ലേ. എൻ്റെ മുത്താണ് മുത്ത്. ശരി, പൊക്കോടാ. ഓക്കെ ഗൈസ്, ചാർലി അവിടെ നിൽക്കട്ടെ. നമുക്ക് അവൻ്റെ പേര് ചാർലിയാണ്. കണ്ടില്ലേ, ഹെവി പിഗ്മെൻറ്റ്. ഫസ്റ്റ് കുറച്ച് പ്രോഡക്റ്റ് എടുക്കുക, അതിനുശേഷം അത് ബിൽഡ് ചെയ്താൽ മതി. കുറച്ച് താടിയിൽ. സോ ഗൈസ്, നമുക്കിനി ഹൈലൈറ്റ് ഇൻസൈറ്റാണ്. സോ ഇതൊരു അഫോർഡബിൾ പ്രോഡക്റ്റാണ് ആൻഡ് ഇതിൻ്റെ പെർഫോമൻസ് ടോപ്പ്. ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരേ ഒരു പ്രോഡക്റ്റാണ് ഇത്. മൈ ഗോ ടു പ്രോഡക്റ്റാണ്. സോ ഗൈസ്, നമുക്കിനി ഐബ്രോ ഫില്ല് ചെയ്യാം. സോഡർ പാലറ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എനിക്കവിടെ കുറച്ച് ഗ്യാപ്പ് ഉണ്ട്. ഞാൻ ഒരു റാൻഡം ഇതിൽ പേരില്ല ഗൈസ്, പേരൊക്കെ മാഞ്ഞിപ്പോയി. ഏതാന്ന് എനിക്കറിയില്ല. എനിക്ക് കാജൽ തിക്കായിട്ട് ഇടുന്നതാണ് ഇഷ്ടം. സോ അതാണ് ഞാനിവിടെ ചെയ്യുന്നത്. കളർ പെൻസിലാണ്. ഈ കളർ പെൻസിൽ കൊണ്ട് ലോവർ ലാഷ് ലൈൻ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. ബിക്കോസ് എൻ്റെ ഇന്നത്തെ കോസ്റ്റ്യൂമിൻ്റെ കളർ ഗ്രീൻ ആൻഡ് ബ്ലാക്ക് ആണ്. കോർണറിൽ കുറച്ചും കൂടി തിക്കായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. മസ്കാര ഇടാം. മസ്കാരം അഗെയിൻ ഐ എം യൂസിങ് മസ്കാര ഫ്രം മാർസ്. ഓക്കെ, സോ നമ്മളുടെ മസ്കാര ഇട്ട് കഴിഞ്ഞു. ഈ PAC പാക്കത്തെ ഒരു മാറ്റ് ഐ ഷാഡോ പാലറ്റാണിത്. മാറ്റ് യൂസിങ് ദിസ് മാറ്റ് കളർ. ഹെവി പിഗ്മെൻറ്റഡ് ആണ് ഗൈസ്. ഓക്കെ, നമുക്കിനി ഇത് 2 പ്രോഡക്റ്റ് വെച്ചിട്ട് നമുക്ക് ലിപ്സ്റ്റിക്ക് ഒന്ന് ചെയ്യാം. സോ ലിപ്സ്റ്റിക്കിന് ഞാൻ യൂസ് ചെയ്യുന്നത് മാർസിൻ്റെ ബ്രൗൺ മൂച്ച നമ്പർ 12 ആണ്. ഇതാണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ലിപ്പ് ലൈനറായിട്ട്. ആൻഡ് ഫോർ ലിപ്സ്റ്റിക് ബുള്ളറ്റ് ലിപ്സ്റ്റിക്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ദിസ് ഈസ് ഫ്രം ഫേസസ് കാനഡ. ഷെയ്ഡ് വന്നിട്ട് ബ്രൗൺ ആഷസ്. നല്ല ഒരു ഷെയ്ഡാണ്. സോ ഇതാണ് ഗൈസ് അതിൻ്റെ ടെക്സ്ചർ. ആൻഡ് ഐ ഷോ യു. കണ്ടില്ലേ കളർ.
നല്ല ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണ് ഗൈസ്. ബുള്ളറ്റ് ലിപ്സ്റ്റിക്കാണ്. ദിസ് ഇസ് ഫ്രം ഫേസസ് കനാഡ. ദിസ് ഇസ് അണ്ടർ ജസ്റ്റ് 300. വെരി കംഫർട്ടബിൾ ആണ്. ഇട്ടപ്പോൾ എനിക്കത് ഹെവി ആയിട്ട് തോന്നുന്നില്ല. എനിക്കൊന്നും അപ്ലൈ ചെയ്ത പോലെ തോന്നുന്നില്ല. ഞാനേ ക്യാമറ ഇങ്ങോട്ടും ഞാൻ നോക്കുന്നത് എൻ്റെ ഫേസ്, അത് കാണുമ്പോൾ ഇങ്ങനെ നോക്കുന്ന പോലെ ഉണ്ടോ ഒന്ന് കമൻറ്റിലൊന്ന് മെൻഷൻ ചെയ്തോളൂ ഗൈസ്. ഞാൻ ഇതിപ്പോൾ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് ഗോയിങ് ഫോർവേഡ് ഐ വിൽ ജസ്റ്റ് കറക്റ്റ് എവറിത്തിങ്. നമുക്കിനി ഈ ലുക്കിന് കംപ്ലീറ്റ് ചെയ്യുന്നത് ഫോർട്ട് മൈക്രോ ഫിനിഷ് മേക്കപ്പ് ഫിക്സറാണ് PS പാക്കിൻ്റെ. ഇതൊരു അടിപൊളി പ്രോഡക്റ്റാണ് ഗൈസ്. ഇത് മസ്റ്റ് ഹാവ് ആണ്. എല്ലാവരുടെ കിറ്റിലും ഇങ്ങനത്തെ ഒരു മേക്കപ്പ് ഫിക്സർ വേർത്താണ്. ഇതുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കൽ ഫിക്സ് ചെയ്താൽ മതി. ഒരു നല്ല ഗ്ലോവും കിട്ടുമായിരുന്നു. ഇപ്പോൾ സോ ഷൂ ഫ്രാഗ്രൻസ് നല്ല ഉണ്ട്. അതിട്ടപ്പോൾ തന്നെ എനിക്കൊരു നല്ല ഒരു ഗ്ലോ തോന്നുന്ന പോലെയാണ്. ആൻഡ് നല്ല ഒരു ഫ്രാഗ്രൻസ് ഉണ്ട് ഇതിന്. സോ ഇത് മസ്റ്റ് ഹാവ് യൂസ് ആണ് ഞാൻ പറയുക. വർത്ത് ബൈ ആണ് ഞാൻ പറയുക. സോ നമ്മളുടെ ഫൈനൽ ലുക്ക് ഡ്രസ്സപ്പ് ചെയ്തിട്ട് വരാം. നമുക്ക് നമ്മളുടെ ഫൈനൽ ലുക്ക് കാണാം. ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ.